കിടക്കുമ്പോൾ ഗാസയിലേക്ക് തന്നെയാണ് പോകുന്നത്. വെടിനിർത്തൽ കരാർ പാലിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇസ്രായേൽ ഗാസയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വീണ്ടും ആക്രമണം നടത്തി. ദക്ഷിണ ഗാസയിലെ ഖാൻ യൂനിസിൽ 10 തവണ വ്യോമാക്രമണം ഉണ്ടായി. അതിനിടെ ഗാസയിൽ ബന്ദികളുടെ മൃതദേഹ കൈമാറ്റം പുനരാരംഭിച്ചു. 2 മൃതദേഹങ്ങൾ ഹമാസ് കൈമാറി. ഗാസയിലെ സ്ഥിതി ഖത്തറും അമേരിക്കയും വിലയിരുത്തിയിട്ട് ഉണ്ട്. MC മിഥുൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. മിഥുൻ, വീണ്ടും ഇങ്ങനൊരു ആക്രമണം എന്താണ് കാരണം? കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള ലംഘനം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്നായിരുന്നു അറിയിച്ചതെങ്കിൽ അതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും ആക്രമണം കടുപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നേരത്തെ ഈ ബന്ദി കൈമാറ്റവും ഒപ്പം തന്നെ അതിൽ ഈ മൃതദേഹങ്ങൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് അത് തടസ്സപ്പെട്ടിരുന്നു. ഹമാസ് അത് അത്തരത്തിൽ കൈമാറാൻ തയ്യാറല്ല എന്ന് നിരന്തരം പറയുകയും ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം ഈ ആക്രമണത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഏകദേശം 110ഓളം പേർ ഗാസയിൽ മരിച്ചു വീഴുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഈ കരാറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കരാറിൽ ഈ 2 ഭാഗങ്ങളും, അതായത് ഇസ്രായേലും ഹമാസും ഒപ്പുവെച്ചതിന് ശേഷം ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ച ഒരു ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം. അതിന് പിന്നാലെ ഇത്തരത്തിൽ ഇനിയൊരു ലംഘനം കരാറുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ഈ ഒരു മൃതദേഹങ്ങളുടെ കൈമാറ്റം ഹമാസ് നടത്തിയത്. 2 മൃതദേഹങ്ങളാണ് കൈമാറുകയും ചെയ്തത്. ഒപ്പം തന്നെ അതിൽ ഇസ്രായേൽ പറയുന്ന ചില കാര്യങ്ങൾ, അതായത് മുൻപ് തങ്ങൾക്ക് കൈമാറിയ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ്, അതിന്റെ ബാക്കി ഭാഗങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഇനിയും 9ഓളം മൃതദേഹങ്ങൾ ലഭിക്കാനുണ്ട്. അവ ഉടൻ കൈമാറണമെന്നുള്ള ആവശ്യം ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായി ഇന്നലെ രാത്രി വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു. വ്യോമാക്രമണം ഇത്തരത്തിൽ തെക്കൻ ഗാസയെ കേന്ദ്രീകരിച്ചായിരുന്നു നടന്നത്. ആ വ്യോമാക്രമണത്തിൽ 10 ഇടങ്ങളിലായിരുന്നു ആക്രമണം നടത്തുകയും ചെയ്തത്. പക്ഷേ ഇതുവരെ അത് സംബന്ധിച്ചുള്ള ഒരു കണക്ക്, അല്ലെങ്കിൽ എത്രത്തോളം പേർ കൊല്ലപ്പെട്ടു, എത്രത്തോളം പേർക്ക് പരിക്കേറ്റു എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത ഇനിയും വരാനുണ്ട് എന്നുള്ളതാണ്. എന്തായാലും സ്ഥിതിഗതികൾ ഖത്തറും അമേരിക്കയും നിരീക്ഷിക്കുന്നുണ്ട്. അമേരിക്ക ഇത്തരത്തിൽ ഖത്തർ പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംഭാഷണം നടത്തുകയും ഒപ്പം തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടണം, ഒപ്പം തന്നെ നിലവിലെ സാഹചര്യം വിലയിരുത്തിയതിനു ശേഷം ഇരു നേതാക്കളുമായി, ഇരു പ്രതിനിധി സംഘവുമായി കൂടിയാലോചനകൾ നടത്തി ഉടൻ തന്നെ ഒരു സമാധാനത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതികൾ അത് അംഗീകരിച്ചുകൊണ്ടായിരുന്നു ഇവരൊക്കെ പിന്നീട് ഒരു സമാധാനത്തിലേക്ക്, ഗാസ 2 വർഷത്തിന് ശേഷം ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ അത് കുറച്ച് മണിക്കൂറുകൾ മാത്രമായിരുന്നു നമുക്ക് ആ സമാധാനം കാണാൻ സാധിക്കുകയും ചെയ്തു. പിന്നീട് പലയിടങ്ങളിലായി, പല പ്രദേശങ്ങളിലായി ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം അല്ല എങ്കിൽ പോലും തന്നെ ഹമാസ് പിന്തിരിയുന്നവരെ, അല്ലെങ്കിൽ ഹമാസിന്റെ ആയുധ നിരായുകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അത് 2ാം ഘട്ടത്തിൽ നടക്കാനിരിക്കെ കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ആദ്യഘട്ടം പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പോൾ കുറച്ച് കാലങ്ങളാകുന്നു, ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു, മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ഇതുവരെയും 2ാം ഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ ചർച്ചകളിലേക്ക് കടക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മധ്യസ്ഥ ചർച്ചയ്ക്ക് മുൻകൈയെടുത്ത ഈജിപ്റ്റോ അല്ലെങ്കിൽ ഖത്തറോ അല്ലെങ്കിൽ അമേരിക്കയോ ആകട്ടെ, അവരിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയാത്ത തരത്തിലേക്ക് ഈ 20 ദിന പദ്ധതികൾ ഒരു തരത്തിലും ഈ ഒരു സമാധാനം പുനരാരംഭിക്കാൻ സാധിക്കുന്നില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങളാണ് ഗാസയിൽ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഖാൻ യൂണിസിൽ പ്രത്യേകിച്ച് നമുക്കറിയാം, ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ല എന്ന് കരുതി അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് വീണ്ടും തിരികെ ഗാസയിലേക്ക് മടങ്ങിയെത്തിയ, പലായനം ചെയ്തവരിൽ നിരവധി ആളുകൾ ഗാസയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. പലായനം ചെയ്ത നിരവധി ആളുകൾ ഗാസയിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ല ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും എന്ന പ്രതീക്ഷ കൊണ്ട് തങ്ങളുടെ ജീവിതങ്ങൾ വീണ്ടും പുനരാരംഭിക്കാമെന്ന ആഗ്രഹത്തോടെ വീണ്ടും തിരിച്ച് തന്നെ നാട്ടിലേക്കും ആ വീട്ടിലേക്കും ഒക്കെ എത്തുന്ന ഒരു സാഹചര്യം, വീടുണ്ടായിരുന്ന സ്ഥലത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം, പുതിയൊരു ജീവിതം വീണ്ടും പണിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട്. അവർക്ക് വീണ്ടും ഒരു കാളരാത്രി നൽകുന്ന ഒരു രീതിയിൽ തന്നെയല്ലേ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ തുടർന്നും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? തീർച്ചയായും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങളാണ് ഗാസയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ഒരു കരാർ ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും ഇരു പ്രതിനിധികളും അംഗീകരിച്ചതിന് ശേഷം, അതിൽ ഒപ്പിട്ടതിനു ശേഷം ആഹ്ലാദ പ്രകടനങ്ങളോടുകൂടി കുട്ടികളടക്കമുള്ള ആളുകൾ അവിടേക്ക് ഗാസയിലേക്ക് തിരികെ വരുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തതാണ്. ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയായിരുന്നു അവർ മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിരവധി പേർ പലായനം ചെയ്ത് പോയവരിൽ നിരവധി പേർ വീണ്ടും തിരികെ ഗാസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ആ വേളയിൽ ഇപ്പോഴും ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾ എങ്ങോട്ടേക്ക് പോയാലും രക്ഷയില്ല എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. കാരണം ഇവരെ ഈ ഒരു മേഖല പൂർണ്ണമായും ഇസ്രായേൽ സൈന്യം നേരത്തെ വളഞ്ഞതാണ്. അവർക്ക് ഇപ്പോഴും അവിടെ വ്യക്തമായ ആധിപത്യമുണ്ട്. ഒപ്പം തന്നെ ഇനി ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ അമേരിക്ക നിയോഗിച്ച
ഫോഴ്സ് ഇത്തരത്തിൽ ഗാസ മുനമ്പിലും ഒപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങളും ഒക്കെയായി നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ നിൽക്കുമ്പോൾ പോലും അവരുടെ മുൻപിൽ വെച്ചാണ്, കൺമുന്നിൽ വെച്ചാണ് വീണ്ടും ക്രൂരത ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്ത് മധ്യസ്ഥ ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പിട്ടതിന് ശേഷം എങ്ങനെ ഇത് ലംഘിച്ച് വീണ്ടും ഇങ്ങനെ ഒരു ആക്രമണം ഇസ്രായേലിന് നടത്താൻ സാധിക്കുന്നു? അതിനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്താണ് ഇസ്രായേൽ ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്യം വെക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ നിരവധിയായി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും രണ്ടാം ഘട്ടം ഉടൻ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ വീണ്ടും കൂടുതൽ വലിയ ആക്രമണങ്ങൾ, വലിയ രീതിയിൽ രക്തച്ചൊരിച്ചുകൾ ഗാസയെ നേരിടാൻ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇസ്രായേൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും, അല്ലെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഖത്തറും ഒപ്പം തന്നെ അമേരിക്കയും സസൂക്ഷ്മം ഈ ഒരു സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. അവർ കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. ഉടൻ തന്നെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് അവർ പറയുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, അതോ ഇതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന രീതിയിലായിരിക്കുമോ ഇസ്രായേലിന്റെ നടപടി എന്നൊക്കെ നമുക്കിനി വരും മണിക്കൂറുകൾ കണ്ടറിയിരിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഖാൻ യൂണിസിൽ 10 ഇടങ്ങളിലാണ് വ്യോമാക്രമണം ഉണ്ടായത്. അതിനിടെ ബന്ദി കൈമാറ്റം, അതായത് മൃതദേഹങ്ങളുടെ കൈമാറ്റവും ഇതിനോടൊപ്പം തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഹരി, യെസ്, അത് തന്നെയാണ്. നിരവധി ചോദ്യങ്ങളാണ് നിൽക്കുന്നത്. എന്തിനാണ് പോയിന്റുകൾ ഓരോന്നായി എടുത്തു നോക്കിയാൽ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ആക്രമണങ്ങൾ നടത്തുന്നത്? സമാധാന കരാറൊക്കെ പുനഃസ്ഥാപിക്കാമെന്ന രീതിയിൽ വന്നിട്ട് പോലും എന്താണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് ആക്രമണങ്ങൾക്ക് പിന്നിൽ എന്നുള്ളതാണ്. മധ്യസ്ഥ ചർച്ചകൾക്ക് ഇനി എന്തെങ്കിലും കാരണം ഉണ്ടാകുമോ? ആദ്യഘട്ടമൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം നാളുകൾ പിന്നിട്ടിട്ട് പോലും പിന്നെയും അത് തുടരാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും എന്തിനാണ് ഇത്രയും അധികം ആക്രമണങ്ങൾ സംഭവിക്കുന്നത്? ഖാൻ യൂണിസിൽ മാത്രം 10 വ്യോമാക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയും ചെയ്തത്. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ നിൽക്കുമ്പോൾ എന്താണ് ഇനി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീരുമാനം? മധ്യസ്ഥ ചർച്ചകൾ ഇനി എങ്ങോട്ടാണ്? തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ MG മിഥുനാണ് വിശദാംശങ്ങൾ നൽകിയത്.